എല്ലാ കൂട്ടുകാർക്കും ഞാനൊരു മലയാളി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ അമ്മയ്ക്കൊരു മൊബൈൽ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം മൊബൈൽ വേണമെന്ന് പറഞ്ഞായിരുന്നു അമ്മ. അപ്പോൾ ആ മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈലിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റെഡ്മി 7A എന്ന് പറഞ്ഞ മൊബൈലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 439 പ്രോസസ്സറാണ്. പിന്നെ 4000 mAh ആണ് ബാറ്ററി പവർ. പിന്നെ ഒരു 12 MP AI സപ്പോർട്ടഡ് റിയർ ക്യാമറ ഉണ്ട്. പിന്നെ ഒരു 13.8 cm ആണ് അതിൻ്റെ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ വേറെ കുറേ ബെനിഫിറ്റ്സുകളും ഉണ്ട്. അതിൽ 2GB 32GB മെമ്മറിയുള്ള മാറ്റെ ബ്ലാക്ക് ഡിസൈനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇത് സ്ക്രീൻ ഗാർഡാണ്. സ്ക്രീൻ ഗാർഡല്ല, എന്താ പറയുക, നമ്മുടെ സിമ്മൊക്കെ തുറക്കുന്നില്ലേ അതിന് വേണ്ടിയുള്ളൊരു പിന്നാണ്. പിന്നെ പാക്കിൽ വരുന്നത് ഡാറ്റ കേബിൾ വരുന്നുണ്ട്. വേറെ ഇതിനകത്ത് ഒന്നുമില്ല. ഡാറ്റ കേബിൾ ഉണ്ട്, ഇത് അഡാപ്റ്റർ ഉണ്ട്, പിന്നെ മൊബൈലുണ്ട്. മൊബൈലിൻ്റെ ഇതാണ് സ്ക്രീൻ. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിൽ എടുത്തു കളയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറ വരുന്നത്. ഒരു ഫ്രണ്ട് ക്യാം ഉണ്ട്, നമ്മുടെ ബാക്ക് ക്യാം ഉണ്ട്. പിന്നെ ഒരു മാറ്റ് ഡിസൈനാണ് ബ്ലാക്ക് കളറിലുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെറ്റപ്പൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആപ്സൊക്കെ ലോഡ് ചെയ്യാണ്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ സിം ഇടാനായിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിൽ നമ്മളിവിടെ ഒരു സൂചി പിന്ന് പോലത്തെ ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട്, പിന്ന്. ആ പിന്ന് വെച്ചിട്ട് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ സിമ്മിൻ്റെ ട്രേ ഉണ്ടല്ലോ അത് പുറത്ത് വരും. ഇതാണ് ആ ട്രേ. ഇതിനകത്താണ് നമ്മൾ സിം ഇടാൻ പോണേ. അപ്പോൾ നമ്മൾ ഈ ട്രേയിൽ സിം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മൊബൈലിൽ ഉള്ളിലോട്ട് സിമ്മ് നമ്മൾ കളിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് സിം നെറ്റ്വർക്കൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്കൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ലാംഗ്വേജ് വന്നിട്ട് മലയാളമാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെറ്റിങ്ങിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം വരും. അപ്പോൾ മലയാളം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് മൊത്തം മലയാളം ആയിട്ടുണ്ട് ഫോണിൽ. നമുക്ക് വേണമെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ക്യാമറ ഉണ്ട്. ക്യാമറയുടെ ക്വാളിറ്റി ഒന്നും ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ കൊടുക്കുന്ന കാശിനനുസരിച്ചുള്ള ക്വാളിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ് മലയാളി.